ഇന്നലെ CPIM-ന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും കയ്യൂർ ജില്ലയിലെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ പ്രിയപ്പെട്ട സഖാവ് KP വത്സലൻ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. സഖാവിൻ്റെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അല്പനിമിഷം മൗനമായി എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പുരോഗമന കലാ സാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിനാണ് ഇന്നിവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ പുരോഗമന കലാ സാഹിത്യ സംഘത്തോടൊപ്പം കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി 4 പതിറ്റാണ്ട് കാലമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട EP രാജഗോപാലൻ മാഷിൻ്റെ എഴുത്ത് വഴികളിലൂടെ ഒരു പകൽ മുഴുവനും നാം സഞ്ചരിക്കാൻ പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 42 വർഷം മുമ്പ് പ്രീ-ഡിഗ്രി പഠിച്ച് റിസൾട്ട് വന്നപ്പോൾ ഇംഗ്ലീഷ് കിട്ടിയില്ല. ആ ഇംഗ്ലീഷ് സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഒരു വിദ്യാർത്ഥിയായി കരിവള്ളൂർ അക്കാദമിയിലെ ക്ലാസ്സിനകത്ത് 7 മാസക്കാലം രാജഗോപാലൻ മാഷ ക്ലാസ് ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ രാജഗോപാലൻ മാഷെ തിരിച്ചറിഞ്ഞത്. അത് തുടങ്ങി 42 വർഷക്കാലം പിന്നിട്ടിരിക്കുകയാണ്. അടുത്തും അകന്നും കലഹിച്ചും സ്നേഹിച്ചും ഇങ്ങനെ ആ യാത്ര തുടരുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ അങ്ങനെ കുറേ അനുഭവങ്ങൾ പറയാം. അതുപോലെ തന്നെ ഈ സദസ്സിൽ ഈ വേദിയിലിരുന്ന് സംസാരിക്കുന്നവർക്കും അങ്ങനെ കുറേ അനുഭവങ്ങൾ പറയാം. രാജഗോപാലൻ മാഷ് ആരാണ് എന്ന് ചോദിച്ചാൽ സാഹിത്യ മേഖലകളിൽ നിരൂപകനാണെന്ന് പറയും. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ സുനിൽ P. ലേലം മുതൽ അവസാന സമ്മേളനത്തിൽ സംസാരിക്കുന്ന ഡോക്ടർ DPC മുസ്തഫയും AP ജയരാജനും അതുപോലെ ഷുക്കൂർ വക്കീലും അടക്കമുള്ളവർ അതെങ്ങനെയാണ് രാജഗോപാലൻ മാഷ് മലയാള സാഹിത്യ രംഗത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നത് നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് ആ മേഖലകളിലേക്ക് ഞാൻ കടക്കുന്നേയില്ല. ഞങ്ങൾ ഇങ്ങനൊരു പരിപാടി ഏറ്റെടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ നമ്മുടെ ആഗ്രഹം ഒരു 6-8 മാസമായി നമ്മുടെ സംഘടനക്കകത്ത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മാസം മുമ്പിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ സ്നേഹത്തോടെ അതൊക്കെ തട്ടി മാറ്റി അവസാനം നമ്മളൊന്ന് പിടിച്ചു. മാഷതിൽ നിന്ന് തന്നില്ല. അവസാനം എന്തോ നമ്മുടെ ഒരു പദ്യം പോലെ ശരി എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് കഴിഞ്ഞ 1 മാസക്കാലമായി ഇതെങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ച് ഡോക്ടർ KV സജീവൻ, CM വിനയചന്ദ്രൻ, ഡോക്ടർ MP വിജയൻ, അതുപോലെ നമ്മുടെ സംഘടനക്കകത്തിരിക്കുന്ന എല്ലാവരും പരസ്പരം ചർച്ച ചെയ്ത് ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പരിപാടിയായി അടയാളപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സാധാരണ നമ്മുടെ ഒരു പരിപാടിയുടെ സാമ്പ്രദായിക സ്വഭാവങ്ങൾക്ക് അപ്പുറത്തേക്ക് ആണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാകുമ്പോഴേ അതിൻ്റെ വിജയം നമുക്ക് പറയാം. ഇതിലിപ്പോൾ 8-9 സെഷനുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട അതിഥികളോട് വിനയപൂർവ്വവും സ്നേഹപൂർവ്വവും പറയാനുള്ളത് കൃത്യമായ സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ പറയാനുള്ളത് ഒതുക്കി ഹ്രസ്വവും അതുപോലെ തന്നെ ഗംഭീരവുമായ അവതരണത്തിലൂടെ സംഘാടക സമിതിയുമായി സഹകരിക്കണമെന്ന് ആമുഖമായി വിനയപൂർവ്വം സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാം. ഡോക്ടർ സുനിൽ P. ലേലത്തിൻ്റെ പ്രഭാഷണം നമുക്കറിയാം. 1.5 മണിക്കൂർ 1 മണിക്കൂർ 40 മിനിറ്റ്. മഹാഭാരത പ്രഭാഷണമാണെങ്കിൽ 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പയ്യന്നൂർ ഗാന്ധി മൈതാനിൽ സംസാരിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. സുനിൽ സാർ അടക്കം
ആ കൃത്യത പാലിക്കുമെന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ 10 മണി പറഞ്ഞ് ഇപ്പം 10:15 അതുകൊണ്ട് സമയം അനാവശ്യമായി അവഗണിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരും ക്ഷണിച്ചും ക്ഷണിക്കാതെയും അറിഞ്ഞും അറിയാതെയും ഒക്കെ എത്തിച്ചേർന്ന മാത്രമുള്ള ആത്മാവൊന്നും പ്രകടിപ്പിച്ചുകൊണ്ട് ചില ആൾക്കാർ നമ്മളെ വിളിച്ച് എന്താണ് അവരുടെ വിഷമമൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. നമ്മുടെ പേര് കാണുന്നില്ലല്ലോ ഒക്കെ എല്ലാവരെയും അടയാളപ്പെടുത്തുന്നതാണ്. പക്ഷേ അങ്ങനെ വിട്ടുപോയവരുടെ വിടുന്നതല്ല. അതൊരു സന്തോഷമാണ്. ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ആദ്യമായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും സഖാക്കളെയും പുരോഗമന കലാ സാഹിത്യ സംഘത്തിന് വേണ്ടിയും PG വായനക്കൂട്ടത്തിന് വേണ്ടിയും സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ ഇപിയുടെ സഹധർമ്മിണി എന്ന് പറഞ്ഞുകൂടാ, നമ്മളെ കൊണ്ടത്തെ ഞാൻ ടീച്ചർ, അതുപോലെ പ്രിയപ്പെട്ട കോമേട്ടൻ ഇപിയുടെ അമ്മാവനാണ്. അവരൊക്കെ ഉണ്ട് ഇപിയുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഉദ്ഘാടന പ്രഭാഷണം നടത്താൻ അതിരാവിലെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സുനിൽ സാറിനെയും സുനിൽ പിയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് നിയന്ത്രണത്തിന് വേണ്ടി വിനയ പ്രമാണം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സംഘത്തിലെ ജില്ലാ കമ്മിറ്റിയും PG വായനക്കൂട്ടവും ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പരിപാടി സാഹിത്യോത്സവം എന്ന നിലയിലാണ് ഇന്നിവിടെ നടന്നു പോകുന്ന വാക്ക് എന്ന TP രാജഗോപാലൻ്റെ സാഹിത്യ വഴികളിലൂടെയുള്ള സഞ്ചാരത്തെ നമ്മൾ കാണുന്നു. സാഹിത്യം, വായന, എഴുത്ത്, സംസ്കാര പഠനം എന്നീ മേഖലകളിലൊക്കെ വളരെ സവിശേഷമായ അടയാളപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് മുന്നേറുന്ന ഒരു എഴുത്തുകാരനാണ് TP രാജഗോപാലൻ എന്ന് അദ്ദേഹത്തെ പിന്തുടരാൻ ശ്രമിച്ചിട്ടുള്ള ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സംസ്കാരത്തിൻ്റെ കുതിരുകളെ ശ്രദ്ധിക്കുന്ന, സഞ്ചരിക്കുന്ന വഴികളെയൊക്കെ സൂക്ഷ്മമായി വാക്കുകൊണ്ട്, ഭാഷ കൊണ്ട്, ആശയം കൊണ്ട് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്ന സാംസ്കാരിക പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഴുത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും സംസ്കാര പഠനത്തിൻ്റെയും ഒക്കെ വഴികളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളെ ഒരു ദിവസം കൊണ്ട് പരിശോധിച്ച് തീർക്കുക എന്നത് അസാധ്യമാണെങ്കിലും ഒരു തുടക്കം എന്ന നിലയിൽ സംവാദാത്മകമായ പങ്കാളികളുടെ കൂടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തുടർച്ചയായ സെഷനുകളാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൻ്റെ ഔപചാരികമായ തുടക്കം എന്ന രീതിയിലാണ് ഈ ഉദ്ഘാടന പരിപാടിയെ നമ്മൾ കാണുന്നത്. ഏറ്റവും ആദരവോടുകൂടി ഈ ഒരു നടന്നു പോകുന്ന വാക്ക് എന്ന ഈ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ സുനിൽ പിയുടെ ഇന്നത്തെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കും. എല്ലാവർക്കും എൻ്റെ രാജഗോപാലൻ മാഷെ ഞാൻ ആദ്യം കാണുന്നത് ഏതാണ്ടൊരു 35 വർഷങ്ങൾക്ക് അപ്പുറത്താണ്. 1990 ആരംഭത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മലമ്പുഴയിൽ ഒരു വിമർശന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായി. അന്ന് വലിയ മഹാരഥികളായ മനുഷ്യർ പങ്കെടുത്തൊരു ക്യാമ്പായിരുന്നു അത്. EMS ഉണ്ട്, വിജയൻ മാഷുണ്ട്, P. ഗോവിന്ദപിള്ളയുണ്ട്, അങ്ങനെ തലമുതിർന്ന ധാരാളം പേർ, സാനുമാഷുണ്ട്. ഇവരെല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ ക്യാമ്പായിരുന്നു അത്. ആ ക്യാമ്പിൽ PG സംഭാഷണ മധ്യേ ആധുനികതയുടെ മോഡേണിസത്തിൻ്റെ ചില സമീപന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ സമയത്ത് മോഡേണിസത്തിൻ്റെ വലിയ വ്യക്താവായിരുന്നെങ്കിലും ഫാസിസ്റ്റ് ക്യാമ്പിലേക്ക് പോയ എസ്രാ പൗണ്ടിനെ കുറിച്ച്, ഫാസിസ്റ്റ് ക്യാമ്പിൽ എത്തിയില്ലെങ്കിലും ആകാവുന്നിടത്തോളം യാഥാസ്ഥിതികത്വത്തിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ച എലിയറ്റിനെ കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുകയും അതിനെ മുൻനിർത്തി മോഡേണിസത്തോട് ഉള്ള ചില വിമർശനങ്ങൾ PG ഉന്നയിക്കുകയും ചെയ്തു. പിന്നാലെ നടന്ന ചർച്ചയിൽ ഇപ്പി ഇടപെട്ടുകൊണ്ട് ഇതെല്ലാം നിലനിൽക്കെ തന്നെ എസ്രാ പൗണ്ടിൻ്റെ കാവ്യ ജീവിതത്തിൽ ശ്രദ്ധേയമായ, പരിഗണിക്കേണ്ടതായ
അതിൽ പുരോഗമനപരമെന്ന് കാണാവുന്ന ചില കാര്യങ്ങളും ഉണ്ട് എന്ന് സൂചിപ്പിക്കേണ്ട. സദസ്സിലുണ്ടായിരുന്ന എനിക്ക് ഓർക്കേണ്ടതെന്ന് എനിക്കറിയില്ല, സദസ്സിലുണ്ടായിരുന്ന PG അതെന്താണ് എന്ന് VP രാജഗോപാലൻ സംസാരിക്കുമ്പോൾ തന്നെ ചോദിക്കുകയും അത് കാവ്യഭാഷയിൽ എസ്രാ പൗണ്ട് കൊണ്ടുവന്ന പുതിയ സാന്ദ്രതയുടെ തലമാണ് എന്ന നിലയിൽ, കൃത്യം വാക്കുകൾ ഞാൻ ഓർക്കുന്നില്ല, കവിതയുടെ രൂപത്തെ മാറ്റുന്നതിൽ എസ്രാ പൗണ്ട് കൊണ്ടുവന്ന നൽകിയ സംഭാവനയെ മുൻനിർത്തി രൂപത്തിൽ വരുന്ന മാറ്റം മനുഷ്യരുടെ അവബോധത്തിൽ വരുന്ന മാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന നിലയിൽ അന്ന് VP രാജഗോപാലൻ അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. അന്നാണ് ഞാൻ VPയെ ആദ്യമായിട്ട് കാണുകയും ഒരുപക്ഷെ അസാധാരണമെന്ന് പറയാവുന്ന ആ ഒരു നിരീക്ഷണം ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. അസാധാരണം എന്ന് ഞാൻ പറയുന്നത് എസ്രാ പൗണ്ടിനെ പോലെ ഒരാളെ പിന്തുണയ്ക്കുന്ന മട്ടിൽ പുരോഗമനകലാ സാഹിത്യ സംഘത്തിൻ്റെ ക്യാമ്പിൽ സംസാരിക്കുക എളുപ്പമല്ല. കാരണം നമുക്കൊക്കെ അറിയുന്നത് പോലെ എസ്രാ പൗണ്ട് ജർമ്മനിയിലെത്തി ഹിറ്റ്ലറുടെ റേഡിയോ പ്രചാരകനായി മാറിത്തീർന്ന ഒരാളാണ്. 90-കളിലൊക്കെ മൊഡേണിസം എന്ന് പറയുന്നത് തന്നെ ഒരു ജീർണതയാണ് എന്ന വീക്ഷണം മാർക്സിസ്റ്റ് വീക്ഷണങ്ങളിൽ ശക്തമായിട്ട് നിലനിൽക്കുന്ന കാലവുമാണ്. അതെല്ലാം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ എങ്ങനെയാണ് കാവ്യഭാഷ എന്നത് സവിശേഷമായൊരു രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒന്നാണ്, രൂപം സവിശേഷമായൊരു രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒന്നാണ്, അത് പുരോഗമനം എന്ന് പറയുന്നതിൽ ആ ഘടകം കൂടി ഉണ്ട് എന്ന് VP അവിടെ സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ പുരോഗമന രാഷ്ട്രീയ ബോധത്തിൻ്റെയും പുരോഗമന സാംസ്കാരിക ബോധത്തിൻ്റെയും പരിഗണനയിൽ ഏറെയൊന്നും വന്നിട്ടില്ലാത്ത, അന്നും ഇന്നും ഏറെയൊന്നും വന്നിട്ടില്ലാത്ത ഒരു പ്രശ്നത്തിലേക്കാണ് ആ ചെറിയ ഇടപെടലിൽ VP വിരൽ ചൂണ്ടാൻ ശ്രമിച്ചത്. അത് കാവ്യഭാഷയുടെയും കാവ്യരൂപത്തിൻ്റെയും പ്രശ്നമാണ്. ലൂക്കാച്ചാണ് ഒരു സാമൂഹിക ചരിത്ര സന്ദർഭം ഏറ്റവും ആഴത്തിൽ ഒരു കലാവസ്തുവിൽ ഇടം പിടിക്കുന്നത് രൂപത്തിലാണെന്നും അതുകൊണ്ട് രൂപത്തിൽ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടേ നിങ്ങൾക്ക് കലയുടെ ചരിത്രത്തെ മനസ്സിലാക്കാൻ കഴിയും എന്നും എഴുതിയത്. അതേക്കുറിച്ച് കവീകൃതൻ പിന്നീട് എഴുതുന്ന ഒരു വാക്യം ഒരു മാർക്സിസ്റ്റിൽ നിന്ന് സാധാരണ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ആശയമാണിത് എന്നാണ് ഈ വാക്യം ഉദ്ധരിച്ചുള്ളത്. കാരണം മാർക്സിസ്റ്റുകൾ പൊതുവെ കലാവസ്തു മുമ്പോട്ട് വയ്ക്കുന്ന ആശയത്തിൽ ശ്രദ്ധിക്കുന്നല്ലാതെ രൂപത്തെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു വിമർശനം പരമ്പരാഗതമായിട്ടുണ്ട്, എന്നൊരു ധാരണയുമുണ്ട്. അപ്പോഴാണ് ലൂക്കാച്ചിനെ പോലെ 20-ാം നൂറ്റാണ്ടിൽ മാർക്സിസ്റ്റ് കലാചിന്തയ്ക്കും സാഹിത്യ ചിന്തയ്ക്കുമൊക്കെ ഏറ്റവും വലിയ സംഭാവന നൽകിയ തിയറി ഓഫ് നോവലും ഹിസ്റ്റോറിക്കൽ നോവലും ഒക്കെ എഴുതിയ ലൂക്കാച്ച് രൂപത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ലൂക്കാച്ച് അത് പറയുന്നതിനൊക്കെ വളരെ മുമ്പ് ഇക്കാര്യം പറഞ്ഞ ഒരാൾ കേരളത്തിലുണ്ട് കേട്ടോ, അത് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി ബാലകൃഷ്ണപിള്ളയാണ് ഈ സാങ്കേതിക നിരൂപണം, സങ്കേതം എന്ന് പറയുന്നത് ഫോമിനെ കുറിച്ചല്ല, ഒരു കലാവസ്തു എങ്ങനെയാണ് ഒരു അനുഭൂതിയെ വിനിമയം ചെയ്യാൻ കൽപ്പാർജിക്കുന്നത് എന്ന് ആ കലാവസ്തുവിനെ രൂപപ്പെടുത്തുന്ന എല്ലാ ഘടക സാമഗ്രികളെയും ചേർത്ത് വെച്ച് പരിശോധിക്കുന്നതാണ് ശരിയായ വിമർശനം. അല്ലാതെ ഒരു കലാവസ്തു എന്തു പറയുന്നു, ഒരു കലാവസ്തു ആസ്വദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നെല്ലാമുള്ള മട്ടിൽ പ്രമേയനിഷ്ഠമായിട്ടോ പ്രതീതിനിഷ്ഠമായിട്ടോ വിമർശനം നടത്തുന്നത് നാലാംകിട ഏർപ്പാടാണ് എന്ന് 1930 കേസിൽ എഴുതിയിട്ടുണ്ട്. എന്താശയം പറഞ്ഞു എന്ന് മാത്രം നോക്കി പ്രമേയനിഷ്ഠമായി കൃതികളെ വിലയിരുത്തുക, വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നതിനെ മുൻനിർത്തി ഇംപ്രഷനിസ്റ്റിക്കായി പ്രതീതിനിഷ്ഠമായി സാഹിത്യ കലാവസ്തുക്കളെ വിമർശിക്കുക, ഇതൊക്കെ വിമർശനത്തിലെ താണ രീതികളാണ്. കലാവസ്തു എന്ന് പറയുന്നത് അത് എത്രയോ തരത്തിലുള്ള ഘടകങ്ങൾ, ചരിത്രപരമായ, നരവംശപരമായ, രൂപപരമായ, ഭാഷാപരമായ, മനോനിഷ്ഠമായ എത്രയോ ഘടകങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണെന്നും അതിലേക്ക് ആകെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് കലയിലെ വിലയിരുത്തലിലേക്കോ അതിൻ്റെ
അതിൻ്റെ വിശദീകരണത്തിലേക്കോ കടക്കാൻ പറ്റൂ എന്നുമാണ് കേസരി സാങ്കേതിക നിരൂപണം എന്ന ആശയത്തിലൂടെ പറയാൻ ശ്രമിച്ചത്. ഇത് ഞാനിത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപിയുടെ വിമർശന സമീപനത്തിൽ അടിസ്ഥാനപരമായതുണ്ട്. അതുള്ളത് കൊണ്ടാണ് എന്തിനെക്കുറിച്ച് എഴുതുമ്പോഴും ഇപിയുടെ ആലോചന വിശാലമായ അർത്ഥത്തിൽ ഒരു സാംസ്കാരിക വിമർശനം എന്ന തലത്തിലേക്ക് എത്തുന്നത്. അത് സാഹിത്യത്തെക്കുറിച്ച് എഴുതുമ്പോഴും അത് ഫോട്ടോഗ്രാഫിനെ കുറിച്ച് എഴുതുമ്പോഴും നടന്ന വഴിയെക്കുറിച്ച് എഴുതുമ്പോഴും ഇരുന്ന കസേരയെക്കുറിച്ച് എഴുതുമ്പോഴും കണ്ട മനുഷ്യരെ കുറിച്ച് എഴുതുമ്പോഴും ഒക്കെ അത് സംസ്കാരം എന്നതിനെ റെമഡീകരിച്ചൊക്കെ പറയുന്ന ഓൾ വേ ഓഫ് ലൈഫ്, ഒരു കാലത്ത് ഒരു ജനസമൂഹം ജീവിച്ച ജീവിത രീതിയാണ്, അതിൻ്റെ ആകത്തുകയാണ് സംസ്കാരം എന്ന ഒരു ഉൾക്കാഴ്ച അതിൻ്റെ അടിപ്പടവിലുള്ളത് കൊണ്ട് ഒരു കസേരയിൽ നിന്നും ഒരു ഇരുട്ടിൽ നിന്നും ഒരു ഫോട്ടോയിൽ നിന്നും ഒരു കവിയിൽ നിന്നുമൊക്കെ അത് ബന്ധങ്ങളുടെ വലിയൊരു ശൃംഖലയിലേക്ക് പതിയെ 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 വിടർന്നു വരും. അതൊരു വാക്കിലേക്കുള്ള നോട്ടാകാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫോട്ടോഗ്രാഫിലേക്കോ എന്തിലേക്കോ ഉള്ള നോട്ടാണ്. ഇങ്ങനെ സാംസ്കാരിക വിമർശനം എന്നത് സംസ്കാരത്തെക്കുറിച്ചുള്ള മഹാസിദ്ധാന്തങ്ങൾ കമ്പോട് നമ്മൾ ഉദ്ധരിച്ച് അടിക്കുറിപ്പുകളും വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമാക്കി അവതരിപ്പിക്കുന്ന ദീർഘദീർഘമായ പണ്ഡിത പ്രബന്ധങ്ങൾ എന്നതിൻ്റെ മറുപുറത്ത് നമ്മുടെ അനുഭവമൂല്യത്തെ മുൻനിർത്തി നമ്മുടെ ചരിത്രത്തെയും നമ്മുടെ നാടിൻ്റെ വേദികളെയും അതിനെ ചുറ്റിപ്പറ്റി പടരുന്ന ജീവിതബന്ധങ്ങളെയും മുൻനിർത്തി എന്തിലേക്ക് നോക്കാം എന്നത് ഇപ്പി തൻ്റെ എഴുത്തിൻ്റെ തുടക്കം മുതൽ സൂക്ഷിച്ചൊരു നിലപാടാണ്. അതിപ്പോഴും ഇപ്പിയുടെ ഞാൻ ആദ്യം വായിച്ചു തുടങ്ങുന്നത് കഥയിന്ന് എന്ന പേരിൽ ദേശാഭിമാനി വാരികയിൽ 90കളുടെ തുടക്കത്തിലോ 80കളുടെ അവസാനത്തിലോ എഴുതിയിരുന്ന പദ്യമാണ്. അത് സമാഹരിച്ചാണ് സ്വപ്നവും ചരിത്രവും എന്ന പേരിൽ പുസ്തകമായതെന്നാണ് എൻ്റെ ഓർമ്മ. ആ പുസ്തകം കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും കയ്യിലില്ല, പക്ഷേ പ്രധാനപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ട്. അതുമുതൽ ഇതുവരെ പക്ഷേ ഏറ്റവും അവസാനം ഇറങ്ങിയ പ്രധാന കൃതികളൊന്നും ഉൾക്കഥ എന്ന പേരിൽ കഥാപഠനമാണ്. ആ കഥാപഠനത്തിൻ്റെ പേര് ഉൾക്കഥ എന്നാണ്. ആ ഉൾക്കഥ കഥയ്ക്കുള്ളിലെ നിഗൂഢമായ മറ്റൊരു കഥയല്ല, കഥയിൽ ഊറിക്കൂടി നിൽക്കുന്ന ജീവിതബന്ധങ്ങൾ, ചരിത്രം, സംസ്കാരം, അധികാരം ഇവയുടെ ഒക്കെ കലപ്പ് ഒരു കഥയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നാണ് ആ കഥാപഠനത്തിലേക്ക് ആലോചിക്കുന്നത്. ഈ ആലോചന വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക വിമർശനം, സാഹിത്യ വിമർശനം 1990കളുടെ കേരളത്തിൽ നേരിട്ട ഒരു വഴിത്തിരിവ് സാഹിത്യത്തെ ഒരു കേവല വസ്തുവായി കണ്ട് അല്ലെങ്കിൽ ഒരു സ്വയം പര്യാപ്തമായ ഭാഷാ സാമഗ്രിയായി കണ്ട് ആ ഭാഷാ സാമഗ്രി എങ്ങനെയാണ് ലാവണ്യത്തെ, സൗന്ദര്യാനുഭവത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന സാഹിത്യനിഷ്ഠമായ സാഹിത്യാലോചന ഏതാണ്ട് അവസാനിക്കുകയും സാഹിത്യം എന്നത് മനുഷ്യന് പണിയെടുക്കുന്ന പലതരം പ്രവൃത്തികളിൽ ഒന്നാണെന്നും മനുഷ്യരുടെ നാനാതരം പ്രവൃത്തികളുടെ ഫലങ്ങളും ബലങ്ങളും ഓരോ സാഹിത്യകൃതിയിലും ഊറിക്കൂടി നിൽക്കുന്നുണ്ടെന്നും സൗന്ദര്യം എന്നത് പ്രതീതമാകുന്നത് അനുഭൂതിയുടെ തലത്തിലാണെങ്കിലും സൗന്ദര്യം വാസ്തവത്തിൽ ചരിത്രപരവും സാമൂഹികവുമായ ഒരു സംഗതിയാണ് എന്നുമുള്ള ബോധ്യത്തിലേക്ക് 90കൾക്ക് ശേഷം മലയാളത്തിലെ വിമർശനം വൈദ്യുതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 90കൾക്ക് ശേഷം പൊതുവെ പഴയ മട്ടിലുള്ള സാഹിത്യ വിമർശനത്തിന് അധികം തുടരാൻ പറ്റാത്തത്. അത് സാഹിത്യ വിമർശനം മരിച്ചു എന്നൊക്കെ ധാരാളമായി ആളുകൾ പറയുന്നുണ്ട്. അത് സാഹിത്യ വിമർശനത്തിൻ്റെ മരണമല്ല, വിമർശനം എന്ന സങ്കല്പത്തിൽ വന്ന മൗലികമായൊരു മാറ്റമാണ്. രാജാക്കന്മാരെ പുരസ്കരിച്ച് എഴുതിയിരുന്ന കൃതികൾ വായിച്ചിട്ട് അതിൻ്റെ അലങ്കാര ഭംഗിയും വർണ്ണനാശേഷിയും ഒക്കെ വിശദീകരിക്കുന്ന തരം നിരൂപണത്തിൽ നിന്ന് നിരൂപണ മുണ്ടശ്ശേരിയുടെ ജീവിത വിമർശനം എന്നിടത്തേക്ക് എത്തുന്നതുപോലെ 90കളുടെ മലയാളത്തിൽ ഈ ജീവിത വിമർശനം എന്ന് പറയുന്നത് സംസ്കാര വിമർശനം എന്ന അടുത്തൊരു പാരഡൈമിലേക്ക്, ഒരു വിചാര മാതൃകയിലേക്ക് കാലുവെന്നുണ്ട്. നിർഭാഗ്യവശാൽ മലയാളത്തിൽ അന്നരങ്ങേറിയ വലിയ സാംസ്കാരിക വിചിന്തനങ്ങൾ പലതും സംസ്കാരത്തെക്കുറിച്ചും സാംസ്കാരിക വിമർശനത്തെക്കുറിച്ചും ഉണ്ടായ സിദ്ധാന്തങ്ങളെ മുൻനിർത്തി ആ സിദ്ധാന്തങ്ങളുടെ ഒരു പ്രകൃതത്തിലേക്ക്, ഒരു വടിയിലേക്ക് കലാവസ്തുക്കളെ കടത്തിവെക്കുന്ന മിക്കവാറും യാന്ത്രികമായ ഒരേർപ്പാടായി മാറുകയാണ് ചെയ്തത്. കലയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ജീവിതം പോലെ അത് കവിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. ഏതെങ്കിലും ഒരു സിദ്ധാന്തം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തെയോ കലയെയോ 100% വിശദീകരിക്കുക സാധ്യമല്ല.
വിശദീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു മോശം കലാവസ്തുവാണ് എന്നാണ്. പറഞ്ഞു തീർന്നെങ്കിൽ അത് പിന്നെ അത്രയൊന്നും മെച്ചപ്പെട്ടതല്ല എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. ആശാൻ പറഞ്ഞു തീരുന്നില്ലല്ലോ, ഷേക്സ്പിയർ പറഞ്ഞു തീരുന്നില്ലല്ലോ, ദസ്റ്റോവസ്കി തീരുന്നില്ലല്ലോ. അതെല്ലാം മുൻകൂറായി സംഭരിച്ചത് കൊണ്ടല്ല, അത്രയും ആഴത്തിൽ ചരിത്രത്തിൽ വേര് പിടിച്ചത് കൊണ്ടാണ്. ഈ ചരിത്രത്തിന്റെ വേരിനെ കണ്ടെടുക്കുകയും അതിനെ എങ്ങനെയാണ് മനുഷ്യാനുഭവമാക്കി മാറ്റുന്നത് എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് സാംസ്കാരിക വിമർശനം 90കളിൽ വഴിതിരിഞ്ഞ സമയത്ത് അതിനെ കേവലമായ ഒരു സിദ്ധാന്ത രൂപമാക്കാതെ സിദ്ധാന്തത്തിന്റെ ഒരു കട്ടിലേക്ക് ഇതിനെ കിടത്തി പാകത്തിൽ മുറിച്ചെടുക്കുന്ന ഒരു പണിയാക്കാതെ അങ്ങനെ സിദ്ധാന്തത്തെ തന്നെ ഒരു ഫെറ്റിഷാക്കി ഒരു ജഡവസ്തുവാക്കി മാറ്റുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടാതെ സിദ്ധാന്തത്തിന്റെ ഉൾത്തെളിച്ചങ്ങളെ തൻ്റെ ആലോചനയിലേക്ക് പല വഴികളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിന്റെ വിശദീകരണമല്ല കലാവസ്തു, കലാവസ്തുവിന്റെ വിശദീകരണ സാമഗ്രിയാണ് സിദ്ധാന്തം എന്ന നിലയിൽ ഒരു ഇംപ്ലൈഡ് തിയറി, ഒരു ഉൾച്ചേർക്കപ്പെട്ട സിദ്ധാന്തം എന്ന നിലയിൽ സിദ്ധാന്തത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സ്വപ്നവും ചരിത്രവും എന്ന കൃതി മുതൽ ഉൾക്കഥ വരെയോ അതിനുശേഷമൊക്കെയുള്ള അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ ഞാൻ ശ്രദ്ധാപൂർവ്വം നോക്കിയിട്ടില്ല. ആ കൃതികളിലൊക്കെ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എഴുതുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇപ്പൊ രാജഗോപാലന്റെ ഇപ്പോ ജയന്തൻ എൻ്റെ അടുത്ത് പറഞ്ഞ് അരമണിക്കൂറേ പറയാവുള്ളൂ. അതുകൊണ്ട് ഇപ്പയെ കുറിച്ച് അരമണിക്കൂറൊന്നും പറഞ്ഞ് തീരെയുമില്ല. അതുകൊണ്ട് ഞാൻ ചില ആശയങ്ങൾ മാത്രം പ്രാഥമികമായി പറഞ്ഞു നിർത്താം. നമ്മുടെ സംഘാടനത്തിന്റെ അപ്പൊ ജയന്തനോട് ആരും പറഞ്ഞത്ര ഇയാൾ 1.5 മണിക്കൂർ പ്രസംഗിക്കാതെ പോകണം, പ്രശ്നമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജയന്തനോ വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ അരമണിക്കൂറെ പ്രസംഗിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആ വാക്ക് എനിക്ക് തെറ്റിക്കാൻ വയ്യ, മുമ്പേ വീട്ടിലാണ് ഞാൻ കിടക്കണം. അതുകൊണ്ടല്ല ഇപ്പൊ എല്ലാം പറഞ്ഞു തീർക്കുക സാധ്യമല്ല. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ വിശദാംശങ്ങളിൽ ധാരാളം ആലോചിക്കാൻ ഒരുപാടുണ്ട്. അത് നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യുക. ഞാനൊരു 1-2 കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. കല ആധികാരികമാകുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ കലാചിന്തകനായിരുന്ന ജോൺ ബർജർ ഒരു സന്ദർഭത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. ഓഥന്റിസിറ്റി ഓഫ് ദ ആർട്ട്, കലയുടെ ആധികാരികത എന്ന് പറയുന്നത് ഇറ്റ് കംസ് ഫ്രം എ സിമ്പിൾ ഫെയ്ത്ത്ഫുൾനെസ്. വളരെ ലളിതമായ ഒരു വിശ്വസ്തതയിൽ നിന്നാണ് കലയുടെ ആധികാരികത വരുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഫെയ്ത്ത്ഫുൾനെസ് ടു ദ ആംബിഗ്വിറ്റി ഓഫ് ദ എക്സ്പീരിയൻസ്, മനുഷ്യാനുഭവത്തിന്റെ സന്നിഗ്ധതയോടുള്ള വിശ്വസ്തതയാണ്. മനുഷ്യാനുഭവം എന്ന് പറയുന്നത് സുനിശ്ചിതമായി അതിർത്തി വരയ്ക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനമൊന്നുമല്ല. അത് അതിനകത്ത് തമ്മിൽ ഇടയുകയും ഇണങ്ങുകയും ഒക്കെ ചെയ്യുന്ന നിരവധിയായ ബലങ്ങൾ കയറിക്കൂടി നിൽക്കുന്ന ഒന്നാണ് മനുഷ്യാനുഭവം. ഈ അനുഭവത്തിന്റെ വൈരുദ്ധ്യങ്ങളെ, അനുഭവത്തിന്റെ സന്നിഗ്ധതകളെ അഭിസംബോധന ചെയ്യുക, അതിനോട് വിശ്വസ്തമായിരിക്കുക എന്നതാണ് ഏതൊരെഴുത്തിൻ്റെയും ആധികാരികതയുടെ ആധാരം എന്ന് 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ മാർക്സിസ്റ്റ് കലാചിന്തകളിൽ ഒരാളായിരുന്നു ജോൺ ബർജർ. അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഒരുപക്ഷെ ഇപ്പിയുടെ ആലോചനകളിൽ ഏറ്റവും മർമ്മസ്പർശിയായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അന്തിമമായൊരു തീർപ്പിലേക്ക് ഒരു വാക്കാവട്ടെ, ഒരു ചിത്രമാകട്ടെ, ഒരു കഥയാകട്ടെ, ഒരു ആശയരൂപമാകട്ടെ, അതിനെ കൊണ്ടുചെന്ന് കെട്ടാതെ അതിനെ രൂപപ്പെടുത്തുന്ന നാനാ ബലങ്ങളെ ഇങ്ങനെ അഴിച്ചെടുത്ത് ഒരു വാക്ക് ഒരു വെബാണെന്ന്, പലത് കലർന്നു കിടക്കുന്ന ഒരിടമാണെന്ന്, ഒരു ഫോട്ടോഗ്രാഫിൽ ചരിത്രം മുതൽ ക്യാമറയുടെ ആംഗിളുകൾ വരെ കൂടിക്കലർന്ന് കിടപ്പുണ്ടെന്ന്, ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് വെറുതെ ഒരു ഫ്രെയിമല്ല, കാഴ്ചയെ രൂപപ്പെടുത്തി ഒരുപാട് വീക്ഷണഗതികൾ ചേർന്നിട്ടാണ് ഒരു ഫോട്ടോഗ്രാഫിക് ഫ്രെയിം ഉണ്ടാകുന്നത് എന്ന് ഒക്കെ നിരീക്ഷിക്കുന്ന ധാരാളം ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഉടനീളമുണ്ട്. ഇത് സാംസ്കാരിക വിമർശനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പിയുടെ എഴുത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, ഇപ്പി രാജഗോപാലൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഊന്നുന്ന ഒരിടം വാക്കാണ്. ഒരു വാക്കിലേക്ക് നോക്കിയാൽ അദ്ദേഹം വാക്കിൻ്റെ പല പ്രകാരങ്ങളും നോക്കും, ആ വാക്ക് പിന്നിട്ട് പോകുന്ന വഴികൾ നോക്കും, അതിൽ സാധ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കും, അത് കൂട്ടിക്കൊടുക്കപ്പെട്ട മറ്റു വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കും. അങ്ങനെ നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്ക് ഒരു നിശ്ചല സ്ഥാനമല്ല എന്നതുകൊണ്ടാണ്. ഇപ്പോൾ വൈലോപ്പിലൊരു കവിതയിൽ എഴുതുന്നുണ്ട്, കൊള്ളിവാക്കിലില്ലയോ വാസ്തവനാളം,
ഇ.പി. രാജവാരൻ ഇ.പി. വരൂരിനെ കുറിച്ച് എഴുതിയ കവിതയിൽ ആ ശീർഷമുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കൊള്ളിവാക്കിലില്ലയോ വാസ്തവനാളം. കൊള്ളിവാക്ക് എന്നതിൽ ഇംപ്ലൈഡായ ഒരു തീക്കൊള്ളിയുണ്ട്. കൊള്ളി എന്ന വാക്ക് ഒരു തീക്കൊള്ളിയുണ്ട്. അവിടെ നിന്നാണ് വൈലോപ്പിള്ളി കവിതയുടെ അവസാന വാക്കിലേക്ക് വാസ്തവ നാളം എന്ന് വിളക്കി ചേർക്കുന്നത്. അങ്ങനെ കൊള്ളിവാക്കിലെ വാസ്തവ നാളത്തിൽ കൊള്ളിവാക്കിൽ മറഞ്ഞു കിടക്കുന്ന ഒരു തീനാളം ഉണ്ടാവുകയും ആ തീനാളം പൊള്ളിക്കുന്ന ഒരു ജീവിത സത്യമായി നമ്മുടെ മധ്യവർഗ പുരോഗാമിത്വത്തിന്റെ വ്യാജങ്ങളെ തീപിടിപ്പിക്കാൻ പോകുന്ന ഒരു സത്യമായിട്ട് കവിതയ്ക്കകത്ത് ബലപ്പെട്ടു വരികയും ചെയ്യുന്നത് കുടിയൊരിക്കൽ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഭാഷയുടെ ഉള്ളിൽ, കാരണം ഭാഷാ ചരിത്രത്തിൽ ജീവിക്കുന്നത് ഒറ്റ ജീവിതമല്ല. ഭാഷ ചരിത്രത്തില്, വാക്ക് ചരിത്രത്തില് എത്രയോ പടവുകൾ പിന്നിട്ടാണ് ഓരോ വാക്കും എത്തുന്നത്. വായിക്കുന്ന എല്ലാവരും ആ പടവുകൾ മുഴുവൻ അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയണമെന്നില്ല. അപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം തുടങ്ങുന്നത് പെരുവഴി അമ്പലം തേടി നിന്നാണ്. ആ പെരുവഴി അമ്പലം തേടി തുടങ്ങുമ്പോ വാസ്തവത്തിൽ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വന്നവൻ കൂടും ഒരു ദിനം എന്ന് എഴുത്തച്ഛൻ എഴുതിയത് മുതല് എത്രയോ പടവുകളിലൂടെ ഈ വാക്ക് സഞ്ചരിച്ച് ഏതെല്ലാം തരം അർത്ഥ സാധ്യതകളെ സംഗ്രഹിച്ചിട്ടാണ് ആ വാക്ക് ഖസാക്കിലേക്ക് എത്തുന്നത്. ഇത് മുഴുവൻ ഉള്ളിലുള്ള ഒരാൾക്ക് ഒരു വാക്കിൽ നിന്ന് ചരിത്രത്തിലേക്ക് ഒരുപാട് വഴി തുറന്നു കിട്ടും. ഏത് വാക്കിലുണ്ട്. അതുകൊണ്ട് വാക്കുകളെന്ന് പറയുന്നത് ചരിത്രത്തിൽ ജീവിക്കുന്ന ജീവിതം അത് നിഘണ്ടുവിൽ ജീവിക്കുന്ന ജീവിതമല്ല. നിഘണ്ടുവില് അത് ഏകസൂചകമായിരിക്കുന്നു, സൂചിതത്തിലേക്ക് സുനിശ്ചിതമായി ചെന്ന് ചേർന്ന് അവസാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ജീവിതത്തിൽ വാക്ക് ബഹുർത്ഥകമാണ്, ബഹുസൂചകമാണ്, അനന്തമായ സൂചനാശേഷിയുള്ള ഒന്നാണ്. ഈ അനന്തമായ സൂചനാശേഷി വാക്കിന് കൈവരുന്നത് അതിഭൗതികമായിട്ടല്ല, ദൈവവാക്കിലെല്ലാം അർത്ഥം നിക്ഷേപിച്ചതുകൊണ്ടല്ല, മറിച്ച് മനുഷ്യൻ ഈ വാക്ക് ചരിത്രത്തിൽ പല പ്രകാരത്തിൽ ഉപയോഗിച്ച് പല അനുഭൂതികളുമായി കൂട്ടിക്കെട്ടി പല ആവിഷ്കാരങ്ങളിൽ സന്നിവേശിപ്പിച്ച് കൊണ്ട് നടന്നതുകൊണ്ടാണ്. അതായത് മനുഷ്യരെടുത്ത് പെരുമാറി വാക്കിനെ പലതാക്കി മാറ്റും. അങ്ങനെ പലതാക്കി മാറ്റിയ വാക്കിനെ മെരുക്കി ഒരു സ്ഥാനത്തുറപ്പിച്ചാണ് നിഘണ്ടു അതിനെക്കുറിച്ച് നമ്മോട് പറയുക. പക്ഷെ നിഘണ്ടു പറഞ്ഞെടുത്ത് വാക്ക് വെക്കില്ല. ഇതാണ് ഭാഷയെക്കുറിച്ച് 20ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ഭാഷാ ചിന്തകനായിട്ടുള്ള മിഖായേൽ ബെർട്ടിൻ കെട്രോഗ്ലോസിയ എന്നൊരു ആശയത്ത് പറഞ്ഞത്. ഒരു വാക്ക് അതിനെ വ്യവസ്ഥപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് കീഴ്പ്പെടുന്ന സമയത്ത് തന്നെ നിഘണ്ടുവായിട്ടോ വ്യാകരണമായിട്ടോ പ്രയോഗരൂപങ്ങളായിട്ടോ ഒക്കെ വാക്കിനെ വ്യവസ്ഥപ്പെടുത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ വാക്കതിനോടിടയിൽ നാട്ടുകാരുടെ ഉച്ചാരണ രീതി മാറും, സാഹിത്യത്തിലെയും കവിതയിലെയും പ്രയോഗ രീതി മാറും, ദൈനംദിന ഭാഷണത്തിൽ മാറും. അങ്ങനെ വാക്കിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്ന ബലം ഒരു ഭാഗത്ത്, ഈ കേന്ദ്രത്തെ പൊട്ടിച്ച് കുതറിപ്പായുന്ന വാക്കിന്റെ ബലം മറുഭാഗത്ത്. ഭക്തിന് അതിനെ സെൻട്രിപെറ്റൽ എന്നും സെൻട്രിഫ്യൂഗൽ എന്നും വിളിക്കുന്നുണ്ട്. കേന്ദ്രോന്മുഖവും കേന്ദ്രവിരുദ്ധവുമായ ബലങ്ങൾ തമ്മിൽ പൊരുതിക്കൊണ്ടേയിരിക്കുന്ന അനന്തമായ ഒരു പടനിലം പോലെയാണ് വാക്ക് എന്ന് ഭക്തൻ പറയും. ഈ വാക്കിലേക്കാണ് വാസ്തവത്തിൽ ഈ പീഠാലോചനയുടെ, സാഹിത്യ ചിന്തയുടെ, സാംസ്കാരിക വിചിന്തനങ്ങളുടെ കേന്ദ്രം എന്നാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇ.പി. രാജഗോപാലൻ എപ്പോഴും ഒരു വാക്കിൽ സൂക്ഷിച്ചു നോക്കുകയും അവിടെ നിന്ന് തന്റെ ആലോചന തുടങ്ങുകയും ചെയ്യുന്നത്? വിജയമാഷ് പണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട്, മനുഷ്യർ ചരിത്രം കുറിച്ചിരുന്നത് സാധനങ്ങളായിട്ട് മണ്ണിനടിയിൽ മാത്രമല്ല, മറിച്ച് അർത്ഥാനുഭൂതികളായിട്ട് വാക്കിനുള്ളിലുമാണ്. അർത്ഥാനുഭൂതികളായിട്ട് വാക്കിനുള്ളിൽ കുഴിച്ചിരുന്നുണ്ട് ചരിത്രം. ഇത് തെരഞ്ഞു പോകുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ മനുഷ്യവംശ ചരിത്രത്തിലേക്കും അതിനെ രൂപപ്പെടുത്തിയ നാനാതരം ബന്ധശൃംഖലകളിലേക്കും നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു പോക്കാണ് ഒരുപക്ഷെ ഇ.പി. രാജഗോപാലന്റെ വിമർശന ജീവിതത്തെ വളരെ സവിശേഷമാക്കി തീർത്ത ഒരു ഘടകം എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഒരു തോന്നലിൽ ഇപ്പൊ ഒരു സ്ഥലത്ത് എഴുതുന്നുണ്ട്, സാഹിത്യ വിമർശനം, സാഹിത്യ ജീവിതം തന്നെ, കലജീവിതം തന്നെ എന്നൊക്കെ. സാഹിത്യം ജീവിത വിമർശനമാണെന്ന് മുണ്ടശ്ശേരി പറഞ്ഞതിന്റെ തുടർച്ചയിൽ സാഹിത്യ വിമർശനവും ജീവിത വിമർശനം തന്നെയാണ് എന്നൊരു നിരീക്ഷണം ഒരു സ്ഥലത്ത് ഇ.പി. രാജഗോപാലൻ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് സാഹിത്യ വിമർശനം ജീവിത വിമർശനമാകുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പരിമിതികളെ അത് മറികടക്കുന്നത് കൊണ്ടാണ്. ഒന്ന്, ഇപ്പോ നമ്മുടെ വിമർശനത്തിൽ പൊതുവിലുള്ള
ഞങ്ങളുടെ വിമർശനം എന്ന് പറയുന്നത് സാഹിത്യ ചിന്ത എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, പൊതുവിൽ നമ്മൾ കലാസ്വാദനത്തിൽ വച്ചു പുലർത്തുന്ന രണ്ട് വഴികൾ. ഒന്ന്, അത് നമ്മോട് എന്ത് പറയുന്നു എന്ന, അത് നമ്മെ എന്ത് അനുഭവിപ്പിച്ചു എന്നതിനെ മുൻനിർത്തുന്ന ഒട്ടൊക്കെ പ്രതീതിനിഷ്ഠമായ ഒരു വിമർശനമാണ്. മറ്റൊന്ന്, അക്കാദമികമായിട്ടൊക്കെ വളർന്നു വന്ന ഈ ഒട്ടൊക്കെ സിദ്ധാന്തഭദ്രമായി സാഹിത്യത്തെയും കലാനുഭവത്തെയും നോക്കിക്കാണാനുള്ള ഒരു ശ്രമമാണ്. ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കലാവസ്തു എന്ന് പറയുന്നത് എന്താണ്? ഒരു കലാവസ്തു, ഇപ്പൊ മാർസിന്റെ പ്രസിദ്ധമായ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ആർട്ട് ഈസ് അറ്റ് ദ സെയിം ടൈം എ സീക്രട്ട് കൺഫഷൻ ആൻഡ് ദി ഇമ്മോർട്ടൽ മൂവ്മെന്റ് ഓഫ് ഇറ്റ്സ് ടൈം. കല ഒരേ സമയം രണ്ട് കാര്യങ്ങളാണെന്ന് മാർക്സ് പറയും. ഒന്ന്, അത് രഹസ്യമയമായൊരു കുംഭസാരം പോലെയാണ്, എ സീക്രട്ട് കൺഫഷൻ ആൻഡ് ദ ഇമ്മോർട്ടൽ മൂവ്മെന്റ് ഓഫ് ഇറ്റ്സ് ടൈം. പക്ഷേ കാലത്തിന്റെ അനശ്വരഗതിയുടെ ആവിഷ്കാരവുമാണ്. ഒരേ സമയം കാലത്തിന്റെ അനശ്വരഗതിയെ കല ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ കാലത്തിന്റെ അനശ്വരഗതിയെ സിദ്ധാന്ത രൂപത്തിൽ തത്വവിചാരമായി ആശയമായി പറഞ്ഞു വെക്കുകയല്ല, അത് അങ്ങേയറ്റം രഹസ്യമയമായ ഒരു കുംഭസാരം പോലെ നിങ്ങളെ വന്ന് തൊടുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇമ്മോർട്ടൽ മൂവ്മെന്റ് ഓഫ് ടൈം, കാലത്തിന്റെ അനശ്വരഗതി എന്ന് പറയുന്നത് യൂണിലീനിയർ അല്ല, ഏകരേഖീയമല്ല. ഒറ്റ വഴിക്ക് ഒരേ നിരപ്പിൽ ഒരേ പാകത്തിൽ സഞ്ചരിക്കുന്ന ഒന്നല്ല ചരിത്രം. ചരിത്രത്തിന്റെ ഒരു സന്ദർഭവും ഒരു ബലം കൊണ്ട്, ഒരു പ്രഭാവം കൊണ്ട്, ഒരേ ഒരു പ്രവണത കൊണ്ട് നിർണയിക്കപ്പെട്ടിട്ടില്ല, നിർണയിക്കപ്പെടുകയുമില്ല. അങ്ങനെയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ തങ്ങളുടെ ഇച്ഛകളെ, തങ്ങളുടെ താല്പര്യങ്ങളെ ചരിത്രത്തിന് മുകളിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നല്ലാതെ ചരിത്രവുമായി അതിന് യാതൊരു ബന്ധമില്ല. ചരിത്രം, ഏത് ചരിത്ര സന്ദർഭവും അടിസ്ഥാനപരമായി ഒരു കലമ്പല, ഒരു കലങ്ങിക്കൂടി നിൽക്കലാണ്. എന്തെല്ലാം അവിടെ കലങ്ങിക്കൂടിയിട്ടുണ്ട് എന്നത് കലയിൽ നിന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് എംഗൽസ് ഒരിക്കൽ പറഞ്ഞത് 1818 മുതൽ 48 വരെയുള്ള 30 കൊല്ലത്തെ ഫ്രാൻസിന്റെ ചരിത്രം അക്കാലത്തെ കുറിച്ച് എഴുതപ്പെട്ട ഏത് ഗ്രന്ഥത്തെക്കാളും സമഗ്രമായി നമുക്ക് ലഭിക്കുക ബെൽസാക്കിന്റെ നോവലുകളിൽ നിന്നാണ്. കാരണം ബെൽസാക്കിന്റെ നോവല് ചരിത്രം എന്ന് പറയുന്ന ജ്ഞാന വിഷയം ക്രമപ്പെടുത്തി വെച്ച ഭൂതകാലത്തെ കുറിച്ചല്ല നമ്മളോട് പറയുന്നത്. ആ ചരിത്ര വിജ്ഞാനം ക്രമപ്പെടുത്തി വച്ച ഭൂതകാലത്തിന്റെ ഉള്ളിലെ ഇടർച്ചകൾ, കിളർപ്പുകൾ, വൈരുദ്ധ്യങ്ങൾ, ഇരുട്ടുകൾ, ഇതേക്കുറിച്ച് കൂടി നോവൽ പറയും, ചരിത്ര വിജ്ഞാനം പറയുക. അതുകൊണ്ട് നോവലിന്റെ ചരിത്ര മൂല്യം എന്ന് പറയുന്നത് ചരിത്ര ഗ്രന്ഥം നമ്മോട് പറഞ്ഞ വസ്തുതകളെ ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതല്ല. ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. കലാവസ്തു ചരിത്രത്തിലേക്ക് കടക്കുന്നത് ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് പറഞ്ഞതിന്റെ ആവർത്തനം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടോ അതിന്റെ അനുബന്ധ സാമഗ്രിയായിട്ട് തെളിവ് ശേഖരമായിട്ട് സാഹിത്യം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടോ അല്ല. അതിൽ തെളിയാത്തതിൽ തെളിയും എന്നതുകൊണ്ടാണ്. അതിൽ തെളിയാത്തതിൽ തെളിയും, അതിൽ ഇടം പിടിക്കാത്തതിൽ തെളിയും. ചരിത്രം ജ്ഞാനരൂപം എന്ന നിലയ്ക്ക് വ്യവസ്ഥപ്പെടുത്തി വെച്ച ഭൂതകാലത്തിന്റെ വിച്ഛേദങ്ങളെ, ഇരുട്ടുകളെ, ഇടർച്ചകളെ, പിളർപ്പുകളെ കലകാണ്. കല ആഴത്തിൽ ചരിത്രപരമാണ്. ഈ ആഴത്തിൽ ചരിത്രപരമാകുന്ന കലയിലേക്ക് ഏതേത് ബലങ്ങൾ എങ്ങനെയൊക്കെ വന്നുകൂടുന്നു എന്ന് വാക്കിൽ നിന്ന് തുടങ്ങി ഒരുപക്ഷെ രൂപസംവിധാനം വരെയുള്ള വിവിധങ്ങളായ ഘടകങ്ങളെ മുൻനിർത്തി പരിശോധിക്കുന്ന ഒരു ചിന്തന രീതിയാണ് പി രാജഗോപാലൻ മലയാളത്തിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. ഒരുപക്ഷെ ഇത് നമ്മളായിട്ട് പറയണം, താൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നോ തൻ്റെ വിചാര രീതിയുടെ പാറ്റേൺ ഇതാണെന്നോ ഇപ്പൊ എവിടെയും എഴുതിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അനുഭവങ്ങൾ എടുക്കുന്നു, ഒരു ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പറയുന്നു, ഒരു കവിതയെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഒരു നോവലിനെ കുറിച്ചോ കഥയെ കുറിച്ചോ മറ്റെന്തിനെയോ കുറിച്ച് പറയുന്നു എന്നതിനപ്പുറം അതിൽ താൻ അപ്ലൈ ചെയ്യുന്ന ഒരു സമീക്ഷ എന്താണ്, തൻ്റെ ചിന്തന രീതിയുടെ സൈദ്ധാന്തിക സ്വരൂപം എന്താണ് എന്ന് വിശദീകരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ ഞാൻ മനസ്സിലാക്കിയത്, ഒരുപക്ഷെ മറ്റെവിടെയെങ്കിലും അത് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിടത്തോളം അതില്ല. പക്ഷെ ഇങ്ങനൊരു ഘടകത്തിലാണ് അത് വേരാഴ്ത്തി നിൽക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഈ രണ്ട് ഘടകങ്ങൾ വരുന്നു. ഒന്ന്, കലാവസ്തു എന്താണ്?
പ്രാഥമികമായി അത് നമ്മോട് രഹസ്യമയമായ ഒരു കുംഭസാരം പോലെ അത്യന്തം വ്യക്തിഗതമായി അനുഭൂതിനിഷ്ഠമായി നമ്മെ വന്ന് തൊടുന്നു. മറുഭാഗത്ത് അത് ചരിത്രത്തിന്റെ വലിയ പടയോട്ടങ്ങളെ, കാലപ്രവാഹങ്ങളെ, അതിലെ വൈരുദ്ധ്യങ്ങളെ, അതിലെ ഏറ്റടക്കങ്ങളെ മുഴുവൻ ഓർത്തിണക്കി നമുക്ക് മുമ്പിൽ പുതിയ തെളിച്ചം തരികയും ചെയ്യുന്നു. ഇങ്ങനെ ഈ രണ്ട് തലങ്ങൾക്കിടയിലുള്ള ഒരു വൈരുദ്ധ്യാത്മക ജീവിതമാണ്. ഒരു ഭാഗത്ത് അങ്ങേയറ്റം വ്യക്തിപരമായിരിക്കുക, മറ്റൊരു ഭാഗത്ത് അങ്ങേയറ്റം അഗാധമായ നിലയിൽ ചരിത്രപരമായിരിക്കുക. ഇതാണ് ഒരു കലാവസ്തുവിന്റെ മൗലികതയുടെ അടിസ്ഥാനം. ഇതിലേതെങ്കിലും ഒരു ഘടകത്തെ എടുത്തിട്ട് നമ്മോട് ഏറ്റവും വ്യക്തിപരമായി കലാവസ്തു എന്തു പറഞ്ഞു എന്നതിനെ മാത്രം വിശദീകരിക്കുന്ന പ്രതീതിനിഷ്ഠമായ ഇംപ്രഷനിസ്റ്റിക് വിമർശനമോ, കലാവസ്തുവിനെ രൂപപ്പെടുത്തിയ ചരിത്രപരമായ ഘടകങ്ങളെ മാത്രം വിശദീകരിക്കുന്ന കേവല സിദ്ധാന്തങ്ങളോ കൊണ്ട് നിങ്ങൾക്ക് കലയെ അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് ഘടകങ്ങളുടെ വൈരുദ്ധ്യാത്മക വിനിമയത്തിലാണ് കല പ്രവർത്തിക്കുന്നത്. കല നമ്മെ സ്പർശിക്കുന്നില്ലെങ്കിൽ, അനുഭൂതിപരമായി നമ്മെ സ്പർശിക്കുന്നില്ലെങ്കിൽ കലയ്ക്ക് യാതൊരു അർത്ഥമില്ല. അനുഭൂതിപരമായി സ്പർശിച്ചേ പറ്റൂ. നോക്കൂ, ചങ്കുട്ടി മേനോൻ എഴുതിയ തിരുവാങ്കൂർ ചരിത്രം ഒന്നുകൂടി എഴുതാൻ വേണ്ടിയിട്ടല്ല ധർമ്മരാജ എഴുതിയത്, അതല്ല. അല്ലെങ്കിൽ ഫ്രാൻസും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ചരിത്രം ടെക്സ്റ്റ് ബുക്കിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി വിശദീകരിക്കാമെന്ന് കരുതിയിട്ടല്ല യുദ്ധവും സമാധാനം എഴുതിയത്. അത് വേറൊരു കാര്യം. ആ കാര്യം മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള പുതിയ ചില ബോധ്യങ്ങളായിട്ട്, വൈരുദ്ധ്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുകളായിട്ട് നമ്മിലേക്ക് വരും. അതെങ്ങനെ വരുന്നു എന്ന് വിശദീകരിക്കലാണ് വാസ്തവത്തിൽ ലിപിയുടെ വിമർശന കലയുടെ മൗലികമായ ഒരു പ്രാധാന്യം. ഇതിന് അദ്ദേഹം 3 വഴികൾ സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 3 തലങ്ങളെ അദ്ദേഹം ഇതിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഒന്ന്, അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തെ മുന്നിൽ പറഞ്ഞാൽ നാടൻ സാഹിത്യ വിമർശനവും എന്നൊരു പ്രമുഖൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ നാടൻ സാഹിത്യ വിമർശനവും എന്നത് എങ്ങനെയാണ് സാഹിത്യ വിമർശകന്റെ അടിസ്ഥാന സാമഗ്രികളിലൊന്നായിട്ട് താൻ ജീവിക്കുന്ന നാട്, അതിന്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, പരിസ്ഥിതി, നടവഴികൾ എന്നത് മുതൽ ആ കാലത്തെ രൂപപ്പെടുത്തിയ സാമൂഹിക ബന്ധങ്ങളുടെ വിശാല ഭൂമിക വരെ പ്രവർത്തി എങ്ങനെയാണ് എന്നത് വിദ്യാലേഖനത്തിൽ എഴുതുന്നുണ്ട്. നാട്ടറിവ് എന്നത് ഒരു വിമർശകന്റെ പ്രധാനപ്പെട്ട സൈദ്ധാന്തിക ഉപാധിയാണ് എന്ന് അദ്ദേഹം അവിടെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സിറ്റുവേറ്റഡ് ആവുക എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ വേരാഴ്ത്തി നിൽക്കുന്ന പണിയാണ് സാഹിത്യ വിമർശനം അല്ലെങ്കിൽ കലാവിമർശനം. ഞാനിവിടെ വിമർശനം എന്ന് പറയുന്നത് സാഹിത്യ കല എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ ജീവിതത്തെ ആകമാനം നോക്കുന്ന ആ നിലയിലാണ് സാഹിത്യ വിമർശനവും ജീവിത വിമർശനം തന്നെയാണ് എന്ന് തന്റെ ലേഖനങ്ങളിലെടുത്ത് ലിപി എഴുതിയിട്ടുള്ളത്. ഇതോടൊപ്പം 3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഒന്ന്, ലിപിയുടെ എഴുത്തുകളിൽ രൂപത്തെക്കുറിച്ചുള്ള ധാരാളമായ ആലോചനകളാണ്. ഒരുപക്ഷെ രൂപം, ഫോം എന്നതിനെ, ഫോമിനെ സമീപകാലത്ത് മരിച്ചുപോയ ഏറ്റവും വലിയ മാർക്സിസ്റ്റ് ചിന്തകന്മാരിൽ ഒരാളായിരുന്ന ഫ്രെഡറിക് ജെയിംസൺ ഫോമിനെ കുറിച്ച് ധാരാളം ആലോചിച്ചിട്ടുള്ള ആളാണ്. ഫോമിന് അദ്ദേഹം നൽകിയ ഒരു മർമ്മസ്പർശിയായ വിശദീകരണം അത് സെഡിമെന്റ് കണ്ടന്റ് എന്നാണ്. കൂടിക്കൂടി നിൽക്കുന്ന ഉള്ളടക്കമാണ് രൂപം. ഉള്ളടക്കം നിറച്ചു വയ്ക്കുന്ന പാത്രമല്ല, മറിച്ച് ഊരിക്കൂടി വരുന്ന ഉള്ളടക്കമാണ് രൂപം എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട മാറ്റമാണ്. നിങ്ങൾക്ക് എന്തും ഊരി നിറയ്ക്കാവുന്ന ഒരു പാത്രമായിട്ട് രൂപം പുറത്തു നിൽക്കുകയല്ല, നിങ്ങൾ അനുഭൂതമാക്കാൻ ശ്രമിക്കുന്ന വികാര ലോകത്തിന്റെ, അനുഭൂതി പ്രപഞ്ചത്തിന്റെ ആവിഷ്കാര സാമഗ്രി അടിസ്ഥാനപരമായി രൂപ സംവിധാനമാണ്. ഈ രൂപ സംവിധാനത്തെ വളരെ സൂക്ഷ്മതലത്തിൽ നിരന്തരം തന്റെ എഴുത്തുകളിൽ പിന്തുടരുന്ന ഒരു രീതി ലിപിയുടെ എഴുത്തിലുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോഗ്രാഫിയെ കുറിച്ചാകട്ടെ. ഇപ്പൊ ഇവിടെ ഞാൻ കയറി വന്ന സമയത്ത് മറ്റേ ട്രയറില് ജർമ്മനിയിൽ മാർക്സിന്റെ 200ാം വാർഷികം പ്രമാണിച്ച് അവിടുത്തെ നഗരസഭ തയ്യാറാക്കിയ ഒരു സൈൻ ബോർഡിനെ കുറിച്ചുള്ള ഒരു വാക്യമുണ്ട്. ആ വാക്യം എങ്ങനെയാണ് ചരിത്രത്തിലൊരു ദിശാസൂചകമായിട്ട് ഒരു സൈൻ ബോർഡ് മാറിത്തീരുന്നത് എന്നതിലേക്ക് തുറന്നിട്ടാണ് ആ വാക്യം നിൽക്കുന്നത്. അല്ലാതെ അവിടെ ഒരു ബോധം തന്നെയല്ല, മാർക്സിന്റെ ഒരു പടം അവിടെ വെച്ചെന്നല്ല, മറിച്ച് ആ പടം എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അത് അതിന്റെ സാമാന്യ അർത്ഥത്തെ കവിഞ്ഞ് എങ്ങനെയാണ് ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പിൽക്കാല ചരിത്രത്തിലേക്ക് ഒരു വഴി തുറന്നുകൊണ്ട് ഒരു ഇടനില പോലെ നിൽക്കുന്നത് എന്ന വാക്യം ഞാനത് ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് വായിച്ചത്. മുൻപ് ഞാൻ ആ വാക്യം വായിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ
അങ്ങനെ ഉടനീളം ഈ രൂപം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഹിസ്റ്റോറിക്കൽ ഫംഗ്ഷൻ ഏറ്റെടുക്കുന്നത്, നിറവേറ്റുന്നത് എന്ന ആലോചന. ഇപ്പൊ നമ്പ്യാരെ കുറിച്ച് എഴുതുന്ന സമയത്ത് ഇപ്പൊ അതിനകത്ത് എഴുതുന്നുണ്ട്, ഒരു ബൃഹത് രാഷ്ട്രത്തിന്റെ രൂപമാർജിക്കുന്ന ഇതിഹാസത്തിൽ നിന്ന് തദ്ദേശീയതയിലേക്ക്, മഹാഭാരതത്തിന്റെ ബൃഹത് രാഷ്ട്ര മാതൃകയിലേക്ക് നാട്ടുജീവിതത്തെ കയറ്റിവെച്ചുകൊണ്ടാണ് തുള്ളലുണ്ടായത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തുള്ളലും കഥകളിയും പ്രമേയവൽക്കരിക്കുന്നത് ഒരേ പുരാണ പാരമ്പര്യത്തെയാണ്. പക്ഷേ കഥകളി പൗരാണികമായ ലോകത്തെ ഐതിഹാസികമായ അകലത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മോട് സംസാരിക്കുമ്പോൾ തുള്ളല് ഈ പൗരാണിക ലോകത്തിലേക്ക് നാട്ടുജീവിതത്തെ കയറ്റിവെച്ച് പൗരാണികതയ്ക്കുള്ളിൽ സന്നിവേശിപ്പിക്കപ്പെട്ട ഒരു സമീപസ്ഥതയായി, സമകാലികതയായി പ്രവർത്തിക്കുന്നു. ഇത് പ്രമേയം നോക്കിയാൽ കാണാൻ പറ്റില്ല. ഘോഷയാത്രയെ കുറിച്ച് എഴുതുമ്പോൾ ഘോഷയാത്രയുടെ പ്രവേശം വിഷയം നോക്കിക്കഴിഞ്ഞാൽ അതൊരു പഴയ പുരാണ പ്രമേയമാണ്. ആ പഴയ പുരാണ പ്രമേയത്തിൽ നിന്ന് അത് 18-ാം നൂറ്റാണ്ടിലെ കേരളീയ ജീവിതത്തോട് സംവദിക്കുന്ന ഒന്നായി മാറിത്തീർന്നത് എങ്ങനെ? എന്തുകൊണ്ട് ഒരേ പ്രമേയത്തെ ഉൾക്കൊണ്ട കഥകളിയും തുള്ളലും രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയ ആവിഷ്കാരങ്ങളായി തീരുന്നു? ഒന്ന് സ്തബ്ധമായ ഭൂതകാലത്തിന്റെ അരങ്ങായി നിന്നപ്പോ മറ്റൊന്ന് ചലനാത്മകവും ചടുലവുമായ വർത്തമാനത്തിന്റെ പ്രവൃത്തിയായി മാറിയത് എങ്ങനെ എന്ന് മനസ്സിലാവണമെങ്കിൽ തുള്ളലിലെയും കഥകളിലെയും പ്രമേയത്തെ നോക്കിയാൽ പോരാ, രൂപത്തെ നോക്കാം. രൂപത്തെ അറിഞ്ഞില്ലെങ്കിൽ പണ്ട് വിജയമാഷ് പറയുന്നുണ്ട്, ഈ നമ്പ്യാരെ കുടീഷണമാരായ ധാരാളം ചീത്ത പറഞ്ഞിട്ടുണ്ട്. കാനാകണത്തിലൊരു ലേഖനത്തിൽ എഴുതിയത് മറ്റേ ഭീമകന്മ സംവാദത്തെ കുറിച്ച് മാരാര് എഴുതുന്നത്, ഭീമനാരും നിങ്ങൾക്കറിയാലോ, നമ്പ്യാര് അതിനെ രണ്ട് കുരങ്ങന്മാർക്കിടയിലെ കടിപിടിയാക്കി മാറ്റി എന്നാണ് മാരാരുടെ ഒരു ആക്ഷേപം. അപ്പൊ മാരാര് എഴുതുന്നത് വലിയ ധാർമ്മിക സംവാദമാണ്. അപ്പൊ ജീവിതത്തിന്റെ അഗാധ മൂല്യങ്ങളെ പ്രതിപാദിച്ച ഒരു ധാർമ്മിക തത്വം എവിടെ? അതിനെ രണ്ട് മക്കള പ്രകൃതികൾക്കിടയിലെ കടിപിടിയാക്കി മാറ്റിയ എഴുത്തവിടെ. എന്നിട്ട് അടുത്ത ഇങ്ങനെയാണ്, സംസ്കാര ദൂഷകനായ ഈ കവിപരീക്ഷയെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? കുഞ്ഞുതമ്പയെ കുറിച്ചാണ് സംസ്കാര ദൂഷകനായ കവിപരീക്ഷ എന്ന് ഉപയോഗിക്കുന്നത്. വിജയമാഷ് പിന്നെ പറഞ്ഞത്, മീഡിയത്തെ കുറിച്ച് അറിയാത്തവർ മീഡിയത്തിൽ കുഞ്ഞിച്ചാവും എന്നതിന്റെ തെളിവാണ് ഈ നിരീക്ഷണമാണ്. കാരണം സന്ധികതകൾ നാമം ചെല്ലാൻ എഴുതുന്ന കവിതയും അമ്പലപ്പറമ്പിന് നാട്ടുകാരെ നടത്തിയെന്ന് തുള്ളാനുണ്ടാക്കുന്ന സാധനവും ഒന്ന് തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ച് വിചിന്തനത്തിറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാം കവിതയാണെന്ന് തെറ്റിദ്ധരിക്കും. എല്ലാം കവിതയല്ല. ഇനി എല്ലാ കവിതയാണെങ്കിലും ഒരു കവിത വേറൊരു കവിത പോലെയല്ല. അതിന്റെ ഫങ്ഷണൽ ഡയമെൻഷൻ ഉണ്ട്. അത് എവിടെ നിൽക്കുന്നു എന്നതുണ്ട്. അത് അതിന്റെ രൂപത്തിലുണ്ടാവും. ആ രൂപത്തിനെ അത് മനസ്സിലാവുള്ളൂ. സാഹിത്യമായിട്ട് വായിച്ചാൽ മനസ്സിലാവും. രൂപത്തിൽ നോക്കാം. ആ നോട്ടം ഇപ്പിന്റെ വിമർശനത്തിലെ മൗലികമായ സവിശേഷതകളിൽ ഒന്നാണ്. രണ്ട് കലാവസ്തു നമുക്ക് പകരുന്ന അനുഭൂതി തലങ്ങളാണ്. ഇപ്പൊ കലിയച്ചനെ കുറിച്ചുള്ള ഇപ്പി രാജപാലന്റെ പഠനത്തിൽ കലിയച്ചനിലെ പാപബോധം എന്ന് പറയുന്നത് വ്യവസ്ഥാവിരുദ്ധമായി വികസിച്ചു വരാവുന്ന ഒരു ആത്മനിന്ദയെ വ്യക്തിഗതമായ ഒരു പാപബോധമാക്കി പരിണമിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന നിരീക്ഷണം. കലിയച്ചൻ മലയാളത്തിലെ ഏറ്റവും മർമ്മസ്പർശിയായ കൃതിയാണ്. ശകുനി നായരെ പോലെ, രാജകൃഷ്ണനെ പോലെ മലയാളത്തിലെ വലിയ നിരൂപകർ എടുത്ത് പെരുമാറിയ മലയാളത്തിലെ ഏറ്റവും പ്രൗഢമായ രചനകളിലൊന്നാണ് കളിയച്ചൻ. പാട്ട് കഴിയുന്നൊരു ഗായകൻ വെച്ചതാം ചെങ്ങലം പോലെ മയങ്ങുന്നു മണ്ഡലം. എന്തു ഗംഭീരമായ കൽപ്പനകളുണ്ട്. കുഞ്ഞിരാമൻ നായർ നമ്മളെ നടുക്കി കളഞ്ഞൊരു കൃതിയാണ്. പക്ഷെ ആ കൃതിയുടെ ഉള്ളിൽ, ആ കൃതിയിൽ ഇപ്പി കണ്ടെത്തുന്ന ഒരു കാര്യം, അതിലൊരു വ്യവസ്ഥാവിരുദ്ധമായി അധികാരത്തിനെതിരെ ഫ്രോയിഡിയൻ ഭാഷയിൽ പറഞ്ഞാൽ റൂൾ ഓഫ് ദി ഫാദർ, പിതൃബലത്തിനെതിരെ, പിതൃധികാരത്തിനെതിരെ ഉയർന്നു വരാവുന്ന അടിസ്ഥാനപരമായ ഒരു വിധ്വംസക ശേഷി ആ കൃതിയുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആ ശേഷിയെ ഒരു അതിഭൗതികത്തിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ആത്മനിന്ദയോ പാപബോധമോ ആക്കി മാറ്റിക്കൊണ്ട് അതിനെ മെരിക്കുകയാണ് ആ കൃതി ചെയ്യുന്നത്. വാസ്തവത്തിൽ നമ്മളൊരു കലാകാരന്റെ ആത്മസംഘർഷം, പാപബോധം, ആത്മനിന്ദ എന്നൊക്കെ വായിച്ച് മനസ്സിലാക്കിയ, അനുഭവിച്ച ഒരു അനുഭവ മൂല്യം എങ്ങനെയാണ് വലിയൊരു ചരിത്ര സംഘർഷത്തിന്റെ ആവിഷ്കാര സ്ഥാനമായിരിക്കുന്നത്? ലളിതമായി പറഞ്ഞാൽ അനുഭൂതികൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് വലിയൊരു ഹിസ്റ്റോറിക്കൽ സൈറ്റ് ഓഫ് കണ്ടൻഷൻ, ഏറ്റുമുട്ടലുകളുടെ ഒരു സംഘർഷ
സംഘർഷങ്ങളുടെ ഒരു ഭൂമികയായിട്ട് അനുഭൂതി മാറിത്തീരുന്നത് എങ്ങനെയാണ്? അല്ലാതെ അനുഭൂതി എന്ന് പറയുന്നത് നിങ്ങളെങ്ങനെ ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന വേറൊരു കൽക്കോലില്ലാത്തൊരു സ്വച്ഛമണ്ഡലമൊന്നുമല്ല. അനുഭൂതികൾ വർഗസമരത്തിന്റെയോ സാമൂഹ്യ സംഘർഷത്തിന്റെയോ ആവിഷ്കാര ഭൂമികകളാണ്. കുമാരനാശാൻ പ്രണയം എന്ന് പറയുന്നത് പ്രണയത്തെക്കുറിച്ച് പറയാനല്ല, ജാതിക്കെതിരെ പറയാനാണ്. ജാതിക്കെതിരെയാണ് ഈ പ്രണയം. പഴകിയ വരുവരിക്ക് മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിടാം, കഴിയുമോ മനസ്സിമാർ മനസ്സൊഴിവത് അശക്യം ഒരാളിലൊരുങ്ങിയാൽ എന്ന് പറയുമ്പോൾ മാറാത്തതായതായി അനുരാഗയുള്ളൂ. ബാക്കിയൊക്കെ മാറും, ജാതി മാറും, വ്യവസ്ഥ മാറും, രാജാവ് മാറും, ഇത് മാറില്ല. ഇത് അനുരാഗം കൊണ്ട് ചരിത്രത്തെ തിരുത്തുന്ന ഒരു പണിയാണ്. അത് അങ്ങനെ കണ്ടില്ലെങ്കിൽ എന്ത് വരുന്നു വെച്ചാൽ ദുരവസ്ഥയും ചണ്ടാലക്ഷയും സാമൂഹ്യ ബുദ്ധിയുള്ള കൃതികളാണെന്നും ജീവൻ നൽകിയും പ്രണയകാവ്യങ്ങളാണെന്നും വകതിരിച്ചു വെച്ചിട്ട് ഈ പ്രണയം എന്ന് പറയുന്നത് ആരുടെ ഒരു സ്വകാര്യ ഏർപ്പാടാണ് എന്ന തെറ്റിദ്ധാരണയിലേക്ക് നമ്മൾ പോകും. അങ്ങനെയല്ല. പ്രണയം എന്നത് ആധുനിക വ്യക്തി ഉണ്ടായതോടൊപ്പം ഉണ്ടായതാണ്. വിജയമാഷ് പറയും കുമാരനാശൻ കണ്ടുപിടിച്ചൊരു സാധനമാണ് കേരളത്തിലെ പ്രണയം എന്ന ഈ അർത്ഥത്തിലാണ് ആധുനിക വ്യക്തി. അപ്പൊ ഇങ്ങനെ അനുഭൂതി എന്ന തലത്തെ നോക്കുക, ആദ്യം പറഞ്ഞ രൂപം എന്ന തലത്തെ നോക്കുക, നിശ്ചയമായിട്ടും പ്രമേയ തലത്തെ നോക്കുക എന്ന നിലയിൽ ഈ മൂന്ന് തലങ്ങളെയും കൂട്ടി ഇണക്കിക്കൊണ്ട് സംസ്കാര വിമർശനം എന്ന് പറയുന്നതിനെ ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ കലാചിന്തയിൽ നിന്നൊന്നും സാഹിത്യ വിമർശനത്തിൽ നിന്നും പ്രത്യേകിച്ച് നമ്മുടെ സിനിമാ പഠനങ്ങളിൽ നിന്നൊന്നും ഭൂതപാത പോലെ വിട്ടൊഴിയാതെ അതിൽ തുടരുന്ന പ്രമേയ പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ വിമർശനത്തെ കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ഇടപെടലുകളിലൊന്നാണ് ഈ പുരോഗമനം. മറ്റൊരു എളുപ്പമാണ്. നിങ്ങളൊരു കഥ വായിക്കുന്നു, അതിൽ പറയുന്ന ആശയം നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കുന്നു. ചീത്തയാണെങ്കിൽ പിന്നെ പുറത്താക്കുന്നു. ഇതിന് പ്രത്യേകിച്ചൊരു അധ്വാനമില്ല. മറിച്ച് ഒരു കലാവസ്തുവിൽ അനുഭൂതമാകുന്നത് വ്യവസ്ഥയോട് ഇണങ്ങുന്നതാണോ വ്യവസ്ഥയ്ക്ക് ഇടയുന്നതാണോ, നേരിട്ട് വന്നതാണോ കലയുടെ രാഷ്ട്രീയം, പ്രത്യക്ഷമാണോ, പ്രത്യക്ഷത്തിനപ്പുറം കലയിൽ എന്തെങ്കിലും ഉണ്ടോ, കല നമ്മിൽ പ്രവർത്തിക്കുന്നത് പറഞ്ഞ ആശയം കൊണ്ടാണോ അനുഭൂതി കൊണ്ടാണോ, കവിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണോ ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ്. പണ്ട് പ്രണയത്തെ കുറിച്ച് എഴുതിയ ഒരു വരിയിലൊരു കവി പറയുന്നുണ്ട്, ദ മ്യൂസിക് വി ഹേറ്റ് ടുഗദർ വാസ് മോർ ദാൻ മ്യൂസിക്. നമ്മൾ ഒരുമിച്ച് കേട്ട പാട്ടിനേക്കാളും വലുതായിരുന്നു നമ്മൾ ഒരുമിച്ച് കേട്ടു. അതുപോലെ കവിതയിൽ വരുന്ന വാക്കിനേക്കാളും വലുതാണ്. കാരണം ചരിത്രം അറിയുന്നു, മനുഷ്യാനുഭവങ്ങൾ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആ അനുഭവങ്ങളുടെ വ്യാപ്തി എന്ത് എന്ന് നോക്കണമെങ്കിൽ അതെങ്ങനെ ക്രമീകരിക്കപ്പെട്ടു എന്നും ഏതുതരം അനുഭൂതി മണ്ഡലമായി തീർന്നു എന്നും നോക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുന്ന, ലളിതമായി പറഞ്ഞാൽ ഒരു കലാവസ്തുവിനെ അതിൻ്റെ പ്രമേയം, അതിൻ്റെ രൂപസംവിധാനം, അത് പകരുന്ന അനുഭൂതി, അതിൻ്റെ ആസ്വാദന സന്ദർഭം, ഈ 4 ഘടകങ്ങളെ മുൻനിർത്തി ഒരു ബന്ധവ്യവസ്ഥയ്ക്കുള്ളിൽ വച്ച് കലയെ, ആവിഷ്കാര സാമഗ്രികളെ, ഞാൻ കല എന്ന് പറയുന്നില്ല, പുതിയൊരു പദാവലി ഉപയോഗിച്ച് പറഞ്ഞാൽ ഏത് ആർട്ടിഫാക്റ്റിനെയും ഏത് നിർമ്മിതിയെയും FB ഇറക്കി പണ്ട് പോസ്റ്റ് ചെയ്തിരുന്ന FBയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാനമുണ്ട്. ഈ ചന്തേരയിൽ നിന്ന് കിട്ടുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ടിക്കറ്റാണ്. അപ്പൊ ചന്തേര ഹാൾട്ട് എന്നുള്ളതിന് ചന്തേര ഹാ എന്നേ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് കവിതയായി തീരും. ചന്തേര ഹാ എന്ന് മാത്രം കാണുമ്പോൾ ആ പുഷ്പമേ എന്ന് മുതൽ നമ്മൾ ഓർക്കും. പെട്ടെന്ന് ഒരു റെയിൽവേ ടിക്കറ്റ് പെട്ടെന്ന് ആ ടിക്കറ്റിന്റെ ഭൗതിക അസ്തിത്വത്തേക്ക് ഭേദിച്ച് നമ്മുടെ ഭാവനയുടെ ചരിത്രത്തിലേക്ക് ഏതെല്ലാമോ നിലകളിൽ തുറക്കുന്ന ഒന്നായി തീരും. കല ഇങ്ങനെ കൂടിയാണ് കേട്ടോ. കല പല ബന്ധങ്ങളിലൂടെയാണ്. ഇന്റർടെക്സ്റ്റാലിറ്റി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കണ്ടുപിടിച്ച ഒരു കാര്യമൊന്നുമല്ല. ഈ ചന്ദേര ഹാളത്തിലെ ആയിൽ നിന്ന് വീണപ്പൂവിലേക്കുള്ള ഒരു വരി കൂടിയായിട്ടായിരിക്കും നമ്മൾ തേടി വരുന്നത്. സിദ്ധാന്തം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു നോട്ടം വാസ്തവത്തിൽ വളരെ പ്രധാനമാണ്. നിർഭാഗ്യവശാൽ ഇപ്പോഴും നമ്മുടെ കലാവിമർശനം എന്നൊക്കെ പറഞ്ഞ് വരുന്ന പലതിലും ഈ പ്രമേയ പരിശോധനയാണ്. കുമാരനാശാന്റെ ക്രൂര മുഹമ്മദ് എന്ന വരി എടുത്തിട്ട് ആശാൻ മുസ്ലിം വിരുദ്ധനാണെന്ന് പറയാൻ കൈ കഴിഞ്ഞതാണ്. അങ്ങനെ എളുപ്പവഴി ക്രിയ ചെയ്യുക എന്ന മട്ടിലുള്ള സാംസ്കാരിക വിമർശനത്തിന്റെ അതിദുർബലമായ ആവിഷ്കാരങ്ങൾ തിക്കുമുട്ടിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അനുഭവത്തിലേക്കും അനുഭൂതിയിലേക്കും സംസ്കാര ഘടനയിലേക്കും രൂപ സംവിധാനത്തിലേക്കും ഒക്കെ ചെല്ലുന്ന ഒരു ബഹുശാഖിയായ ഒരു നോട്ടം ഈ തൻ്റെ എഴുത്തുകളിൽ നിലനിർത്തുന്നുണ്ട്. ഒരു പോയിന്റ് കൂടി ഇവിടെ എനിക്ക് പറയാനുണ്ട്. ബഹുശാഖിയായ ഈ നോട്ടം ഉള്ളതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇപിയുടെ ആലോചനകളുടെ വിഷയം ഇത്ര പടർന്നതായിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അദ്ദേഹം നാടകത്തെ കുറിച്ച് എഴുതുന്നു, ഫോട്ടോഗ്രാഫിനെ കുറിച്ച് എഴുതുന്നു,
കസേരയെ കുറിച്ച് എഴുതുന്നു, മനുഷ്യരുടെ ഇരിപ്പ് രീതികളെ കുറിച്ച് എഴുതുന്നു, നടന്ന വഴികളെ കുറിച്ച് എഴുതുന്നു, താൻ കണ്ട മനുഷ്യരെ കുറിച്ച് എഴുതുന്നു, എന്തെല്ലാം കണ്ടോ അതൊക്കെ എഴുതുന്നു, എന്തെല്ലാം അനുഭവിച്ചോ അതൊക്കെ എഴുതുന്നു. അതിലൊക്കെ ഞാൻ ഈ പറഞ്ഞ ലോകത്തെ കാണുന്നു. നടന്ന വഴിയിൽ ലോകമുണ്ട്, ഇരുന്നിരിപ്പിൽ ലോകമുണ്ട്, കണ്ട ചിത്രത്തിലെ ലോകമുണ്ട്. ആ ലോകബന്ധങ്ങളെ കാണാൻ എന്തിലേക്ക് നോക്കാം? എന്തിലേക്ക് നോക്കിയാലും ലോകബന്ധങ്ങളെ കാണും. ലോകബന്ധം കാണാനായിട്ട് ലോകത്തേക്ക് തന്നെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ലോകത്തിലേക്ക് ഒരു ലോകബന്ധം, വില്യംസിന്റെ പ്രസിദ്ധമായ വാക്യം കണ്ടുപിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സിസ്റ്റം ഓഫ് റിലേഷൻസ്. വ്യവസ്ഥകളുടെ, ബന്ധങ്ങളുടെ ഒരു വ്യവസ്ഥയായിട്ടാണ് ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുക, അല്ലാതെ എസൻസ് ആയിട്ടല്ല. അങ്ങനെ സത്താവൽക്കരിക്കപ്പെട്ട നമ്മുടെ കലാസ്വാദന രീതിയെ ചരിത്രത്തിലേക്ക് തുറക്കുന്ന വലിയൊരു സമ്മർദ്ദം അദ്ദേഹത്തിന്റെ എഴുത്തുകളിലുണ്ട്. ആ എഴുത്തുകൾ ബഹുശാഖിയായ നോട്ടങ്ങൾ എന്ന പോലെ ബഹുശാഖിയായ വിഷയ സമീപനങ്ങളെയും ഉൾക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മൗലികമായ ഒരു സവിശേഷത കൊണ്ടാണ്. ഒരർത്ഥത്തിൽ മാർക്സിസ്റ്റ് വിമർശനം പിൽക്കാലത്ത് വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ച, പിൽക്കാലത്തെന്ന് ഞാൻ പറയുന്നത് സോവിയറ്റ് മാർക്സിസം ഏതാണ്ട് ഏകമാനമായി സാമ്പത്തിക യുക്തിയിൽ മാത്രം കലയെക്കുറിച്ചുള്ള വീക്ഷണങ്ങളെ സംഗ്രഹിക്കാൻ ശ്രമിച്ചതിനെതിരെ ഫ്രാങ്ക്ഫർട്ട് ട്രഡീഷനും പിൽക്കാല മാർക്സിസ്റ്റ് ചിന്തകരും കലയെ നെസസിറ്റി ഓഫ് ആർട്ട് എന്ന് പറഞ്ഞ് ഏണസ്റ്റ് ഫിഷറൊക്കെ എഴുതുമ്പോൾ പറയുന്നുണ്ട്, അന്യവൽക്കരണത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കലാണ് കല ചെയ്യുന്ന കാര്യം. ആ മോചിപ്പിക്കലിന്റെ സമസ്ത സാധ്യതകളെയും കല തുറന്നിടുന്നു. ആ നിലയിൽ പ്രവർത്തിക്കുന്ന കലയുടെ ഭൗതികതയെ, കലയുടെ ഭൗതികത അത് എഴുതപ്പെട്ട വാക്ക് മുതൽ അത് പകർന്ന അനുഭൂതി വരെയാണ്, അത് അച്ചടിക്കപ്പെട്ട പ്രതലം മുതൽ വായിച്ച ആള് വരെയാണ്. വലിയൊരു ബന്ധശൃംഖലയാണ് കലയുടെ ഭൗതികത. ആ ബന്ധങ്ങളെ മുഴുവൻ നോക്കിക്കൊണ്ട് കലയെ വിശദീകരിക്കാനാണ് ഇ.പി. ശ്രമിച്ചിട്ടുള്ളത്. അതിലെ വൈരുദ്ധ്യങ്ങൾ നിശ്ചയമായും അദ്ദേഹം കാണുന്നുണ്ട്. വൈരുദ്ധ്യങ്ങളെ മറച്ചുവെക്കുന്നില്ല. വൈരുദ്ധ്യങ്ങളെ മറച്ചുവെക്കുന്ന ഒരു സൂത്രപ്പണിയാണ് എന്ന് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. വാൾട്ട് വിറ്റ്മാൻ എന്ന് പറയുന്ന അമേരിക്കയിലെ മഹാനായ കവി ഒരു സോങ് ടു മൈസെൽഫ് എന്നൊരു കവിതയിൽ പറയുന്നുണ്ട്, ഡു ഐ കോൺട്രഡിക്ട്? ഞാൻ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നുണ്ടോ? ഡു ഐ കോൺട്രഡിക്ട്? യെസ്, ഐ കോൺട്രഡിക്ട്. ഐ ആം ലാർജ്, ഐ കണ്ടെയ്ൻ മൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറയും. എന്നിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ? ഉണ്ട്, എന്നിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഞാൻ വലുതാണ്, ഞാൻ ജനസഞ്ചയങ്ങളെ ഉൾക്കൊള്ളുന്നു. ഐ ആം ലാർജ്, ഐ കണ്ടെയ്ൻ മൾട്ടിറ്റ്യൂഡ്സ്. ചരിത്രം എന്ന് പറയുന്നത്, വാസ്തവത്തിൽ കല എന്ന് പറയുന്നത് ഏത് കലയും ഇൻ ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് ലാർജ്, അത് വലുതാണ്. അത് അതിന്റെ പ്രമേയമല്ല, അതതിന്റെ ഭാഷാരൂപമല്ല, അതതിന്റെ ആശയമണ്ഡലമല്ല, അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് മാത്രമല്ല, ഇതെല്ലാം ചേർന്ന ഒരു ബൃഹത് രൂപമാണ്, പലതിനെ പേറുന്നതാണ്. ആ പലതിനെ പേറുന്ന കലയെ ഇപ്പിയുടെ വാക്കെടുത്ത്, ഇപ്പിയുടെ വാക്ക് മലയാളത്തിൽ വെല്ലുവിളിച്ചൊരു വാക്കാണ് പലമ. പലമയാണ് കല. ആ പലമയെ ആകാവുന്നത്ര പിന്തുടർന്ന് ചെല്ലാനുള്ള ശ്രമങ്ങളാണ് ഇ.പി. രാജഗോപാലന്റെ എഴുത്തു വഴിയെ മർമ്മസ്പർശിയും മൗലികവുമാക്കുന്നത്. അതിലൊരു കാര്യം കൂടി എനിക്ക് ഈ കൂട്ടായ്മയുടെ സംഘാടകരോട് പറയാനുള്ളത്, ഇ.പിയുടെ എഴുത്തുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40ഓളം പുസ്തകങ്ങളായിട്ട് അവിടെ ചെതറിക്കിടക്കുന്നത് കൊണ്ട് ഏതാണ്ട് തുടക്കം മുതൽ അദ്ദേഹത്തെ വായിക്കാൻ ശ്രമിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പോലും അദ്ദേഹത്തിന്റെ മുഴുവൻ കൃതികൾ ലഭ്യമായിട്ടില്ല. കേരളത്തിലെ മിക്കവാറും ആർക്കും തന്നെ അത് ലഭ്യമായിട്ടുണ്ടാവില്ല. 40 പുസ്തകം ഇപ്പിഴായി തന്നെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവുമ്പോഴില്ല. അതുകൊണ്ട് ഇപ്പിയുടെ എഴുത്ത് രീതികളുടെ ഒരു സമഗ്ര ചിത്രം വായനാ സമൂഹത്തിന് കിട്ടുന്ന മട്ടിൽ 1-2 വോള്യങ്ങളായി അദ്ദേഹത്തിന്റെ സമീപനങ്ങളെ വിഷയപരമായി ക്രമീകരിക്കുന്ന ഒരു വിപുല ഗ്രന്ഥം ഈ ഒരു ആലോചനയുടെ ഫലമായി പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം കൂടി നടക്കണം. അതിന്റെ എങ്കിൽ മാത്രമേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിഞ്ഞ് നല്ല സദ്യയായിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവർ പറഞ്ഞ് തിരിഞ്ഞു പോകും. ഇത് നിൽക്കണമെങ്കിൽ അത് ഇങ്ങനെ ഒരു, ഇപ്പൊ കേസരി ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരാളെ നമ്മൾ ഇന്ന് ഓർക്കുന്നതിനും നിലനിൽക്കുന്നതിനും ഒരേ ഒരു കാരണം വിജയൻ മാഷ് 10-20 കൊല്ലം അതിന്റെ പുറകെ നടന്ന് അദ്ദേഹത്തിന്റെ കൃതികൾ കൈകൊണ്ട് പകർത്തി എഴുതി പലരുടെ പിന്നാലെ നടന്ന് അച്ചടിപ്പിച്ചത് കൊണ്ടാണ് ആ സാഹിത്യവർദ്ധനവും ആ ചരിത്രഗ്രന്ഥങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലെങ്കിൽ കേസരി വിദൂരസ്ഥമായൊരു പേര് മാത്രമാണ്. അത് പ്രവൃത്തിയായി തീരുന്നത് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് നമ്മുടെ മുമ്പിൽ വന്നതാണ്. അത് ഒറ്റക്കൊരാളായിട്ട് ചെയ്യണമെന്നില്ല, ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായി എന്നുള്ളത് ഈ എഴുത്തിന് ഇങ്ങനെ ആലോചിക്കുന്ന വിപുലമായ ഒരു സംവാദങ്ങൾ നടത്താൻ തയ്യാറായി എന്നുള്ളതും കൂടുതൽ അർത്ഥപൂർണ്ണമാക്കാൻ പറ്റുന്ന മട്ടിൽ ഈ ഒരു 1-2 വോള്യങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു വോള്യം തന്നെ ഒരു ബൃഹത് വോള്യമായിട്ടോ സമാഹരിക്കുകയും അത് പ്രസിദ്ധീകരിക്കാനായിട്ട് തുനിയുകയും വേണം.
അങ്ങനെ പൂർത്തിയാകുന്ന ഒരു പ്രവൃത്തിയായി ഈ ആലോചനയെ മാറ്റി തീർക്കണം എന്ന ഒരു അഭ്യർത്ഥന കൂടി അവതരിപ്പിച്ചുകൊണ്ട് 30 മിനിറ്റ് എന്നുള്ള സമയം കടന്നുപോയി എന്നുള്ളത് എനിക്കറിയാം. രാജേന്ദ്രൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അല്പസമയം കടത്തിട്ടാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയുമെന്നുള്ളത് എൻ്റെ വായനയെയും എൻ്റെ ആലോചനകളെയൊക്കെ പലതരത്തിൽ പ്രചോദിപ്പിച്ച, പലതരം തെളിച്ചങ്ങൾ തന്ന ഒരു ചിന്താരീതി അല്ലെങ്കിൽ ഒരു സമീപന രീതിയുടെ ഒരു വഴിയായിരുന്നു ഇപ്പിയുടേത്. ഇപ്പിയോടുള്ള എൻ്റെ വ്യക്തിപരമായ ആ നിലയിലുള്ള കടപ്പാട് കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, തികഞ്ഞ വാഗ്മിത്വം പാലിക്കണമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ എൻ്റെ ദൗത്യത്തിലേക്ക് ഞാൻ കടത്തുകയാണ്. പാശ്ചാത്യ പൗരസ്ത്യ കാവ്യമീമാംസകളെ വിലയിരുത്തിക്കൊണ്ട് എസ്രാപ്പൗണ്ടിലൂടെ കടന്ന് ലൂക്കാച്ചിലൂടെ കടന്നു വന്ന് കലയിലെ അല്ലെങ്കിൽ സാഹിത്യത്തിലെ കാവ്യത്തിലെ രൂപഭാവങ്ങളെക്കുറിച്ച് നിരന്തരം ലോകത്തുണ്ടാകുന്ന ചർച്ചകൾ ചെയ്യുകയും ആ ചർച്ചകളിലൂടെ രൂപത്തിനാണോ ഭാവത്തിനാണോ പ്രാധാന്യം എന്ന് ചോദിച്ചുകൊണ്ട് രൂപഭാവങ്ങളുടെ സംയുക്ത സംയോഗത്തിലൂടെ മാത്രമേ അനുഭൂതി സാന്ദ്രമായ ഒരു സാഹിത്യലോകം ഉണ്ടാകൂ എന്നാണ് ഇപിയുടെ കൃതികളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഡോക്ടർ സുനിൽ പി ഇളയടത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ കാതൽ എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. പാശ്ചാത്യ സാഹിത്യ രംഗത്തായാലും പൗരസ്ത്യ സാഹിത്യ രംഗത്തായാലും ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രൂപഭാവങ്ങൾ ഏത് വിധത്തിലായി കഴിഞ്ഞാലും രൂപവും ഭാവവും ഒന്നിച്ചു ചേർന്ന സമയത്താണ് അനുഭൂതി സാന്ദ്രമായ ഒരന്തരീക്ഷം ഉണ്ടാകുന്നത്. ഇപിയുടെ 40 കൃതികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇത്തരം ഒരനുഭൂതി പകരാൻ പ്രേരകമാകുന്ന രൂപത്തിലാണ് പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയിലൂടെ പരിണിതപ്രജ്ഞരും അനുഭവജ്ഞാനമുള്ളവരുമായിട്ടുള്ള ഒരു സദസ്സും അതുപോലെയുള്ള ഒരു പണ്ഡിത സദസ്സും ചേർന്നുകൊണ്ട് ഇപിയുടെ കൃതികളെക്കുറിച്ചുള്ള ഈ സാഹിത്യോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സാഹിത്യോത്സവത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സാഹിത്യകാരന്മാരെയും അതുപോലെ തന്നെ ആസ്വാദകരെയും ഇതിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം വാക്കുകൾ നീട്ടിപ്പരത്താതെ കേരളത്തിലെ വൈജ്ഞാനിക മേഖലയിലും സാഹിത്യ മേഖലയിലും അതുപോലെ തന്നെ മാർക്സിയൻ സിദ്ധാന്തത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ കേരളത്തിൻ്റെ ബൗദ്ധിക സമ്പത്ത് സുനിൽ പി ഇളയടത്തിന് ഈ സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇതിൽ ഔപചാരികമായിട്ടുള്ള സ്വാഗതം ആശംസിച്ചിട്ടുള്ള ജയചന്ദ്രൻ ഉത്തമത്തിനും ഈ പ്രൗഢഗംഭീരമായ സദസ്സിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ച പ്രമുഖ സാഹിത്യകാരനും സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റുമായ വിനയൻ മാസ്റ്ററും ഒപ്പം ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും ഈ സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.